ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അഭിസംബോധനയോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. രാഷ്ട്രവികസനത്തിനും ജനക്ഷേമത്തിനും മുൻഗണന നൽകിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളുടെ നേട്ടങ്ങളെക്കുറിച്ചും രാഷ്ട്രപതി വിശദമാക്കി. അടുത്ത സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനം 6.3% മുതൽ 6.8% വരെ വളർച്ച കൈവരിക്കുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. 2024-25 കാലയളവിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു. കാർഷിക മേഖലയും അനുബന്ധ മേഖലകളുമാണ് മൊത്തം ജിഡിപിയുടെ 16% സംഭാവന ചെയ്തത്. റെയിൽവേ റോഡ് ശൃംഖലകളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കാനായതും പുതിയ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ ആരംഭിക്കാനായതും നേട്ടങ്ങളായി സാമ്പത്തിക സർവേയിൽ പറയുന്നു. വിവിധ മേഖലകളിലെ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ സാമ്പത്തിക സർവേയിൽ എടുത്തു പറഞ്ഞു. കേരളത്തിലെ മാലിന്യ നീക്കം മാതൃകാപരമാണെന്നും തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ സുസ്ഥിര വികസനം നടപ്പാക്കുന്നതിൽ സംസ്ഥാനം മികച്ചു നിൽക്കുന്നതായും സർവേയിൽ വ്യക്തമാക്കുന്നു. 2025-26 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും. കൃഷി, തൊഴിൽ, അടിസ്ഥാന സൌകര്യ വികസനം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ പുതിയ പ്രഖ്യാപനങ്ങളും ആദായനികുതിയിലെ ഇളവുകളും അറിയാൻ രാജ്യം പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ ഉറ്റുനോക്കുന്നത്. വയനാടിനും വിഴിഞ്ഞത്തിനുമായി സാമ്പത്തിക സഹായം, പ്രത്യേക സാമ്പത്തിക പാക്കേജ്, വായ്പാ പരിധിയിലെ വർധന എന്നിവയിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ. ബജറ്റ് തയ്യാറാക്കിയ ധനമന്ത്രാലയത്തിലെ സെക്രട്ടറിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായുമായി കേന്ദ്ര ധനമന്ത്രി ഇന്ന് ആശയവിനിമയം നടത്തി. സംസ്ഥാനത്ത് അടുത്ത മാസം മുതൽ വൈദ്യുതി ചാർജ് യൂണിറ്റിന് 9 പൈസ കുറയും. റെഗുലേറ്ററി കമ്മീഷന്റെ സർചാർജ് ഈടാക്കൽ ഈ മാസം അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. എന്നാൽ കെഎസ്ഇബി സ്വന്തം നിലയിൽ ഈടാക്കുന്ന 10 പൈസ സർചാർജ് അടുത്ത മാസവും തുടരുമെന്ന് വൈദ്യുത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നവംബർ 1-നകം സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് കേരളം നടന്നെടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിപിഐഎം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം വടകരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഐസിസി അണ്ടർ-19 വനിതാ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ മുന്നേറ്റം. ഇംഗ്ലണ്ട് ഉയർത്തിയ 114 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 15 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസ് എടുത്തു. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസ് ചൈനയിലെ ഹാർബിനിൽ ഫെബ്രുവരി 7-ന് ആരംഭിക്കും. 59 കായിക താരങ്ങൾ ഉൾപ്പെടെ 88 അംഗ ഇന്ത്യൻ സംഘം ഗെയിംസിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്ര കായിക മന്ത്രാലയം അറിയിച്ചു. ഫെബ്രുവരി 14 വരെയാണ് വിന്റർ ഗെയിംസ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ബീഹാറിനെ തോൽപ്പിച്ച് കേരളം ക്വാർട്ടർ ഫൈനലിൽ. ഇന്നിംഗ്സിനും 169 റൺസിനുമാണ് കേരളത്തിന്റെ ജയം. സൽമാൻ നിസാറും ജലജ് സക്സേനയും കേരളത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വയനാട്ടിൽ വീണ്ടും ബോംബ് ഭീഷണി. തരിയോടുള്ള റിസോർട്ടിനാണ് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചത്. രാവിലെ വൈത്തിരി വെറ്റിനറി സർവകലാശാലയ്ക്കും ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. ചക്രവാത ചുഴിയുടെയും കാറ്റിന്റെയും സ്വാധീനത്താൽ മറ്റന്നാൾ വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, കൊല്ലം, എറണാകുളം ജില്ലകളിലെ ചിലയിടങ്ങളിൽ ഇന്ന് രാത്രി മഴയ്ക്ക് സാധ്യതയുണ്ട്. ഭൂമി തരംമാറ്റം അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ജാഗ്രതയോടെയുള്ള ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി കെ രാജൻ. അപേക്ഷകളുടെ സ്ഥിതിവിവരം ജില്ലാ കളക്ടർമാർ ആഴ്ചതോറും അവലോകനം ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പ് മേഖലാ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025 നവംബർ 1-ഓടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർത്തിയാകുമെന്നും മന്ത്രി അറിയിച്ചു. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് ഫോറൻസിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം വീണ ജോർജ് നാളെ നിർവഹിക്കും. 2.09 കോടി രൂപ ചെലവിലാണ് ഫോറൻസിക് ബ്ലോക്ക് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിൽ നൂതന സംവിധാനങ്ങളോടെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിച്ചു. കണ്ണാശുപത്രിയിലെ പുതിയ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ 5ാം നിലയിലാണ് 1 കോടിയോളം രൂപ ചെലവഴിച്ചുള്ള ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കിയിരിക്കുന്നത്. അവയവം മാറ്റിവയ്ക്കൽ ഉൾപ്പെടെ എല്ലാത്തരം നേത്ര ശസ്ത്രക്രിയകൾക്കുമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ഭരണഘടനയിലെ നീതി, സമത്വം, സ്വാതന്ത്ര്യം എന്നീ അവകാശങ്ങൾ പൌരന്മാർക്ക് ഉറപ്പാക്കാൻ വിവരാവകാശ നിയമം ഏറെ സഹായകമാണെന്ന് മന്ത്രി വി എൻ വാസവൻ.
ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നടത്തിയ ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.